ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM Thing. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠത്തിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് പേജ് 87 3 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ചെയ്യുന്നതാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ദിസ് ഈസ് എ സ്ക്വയർ. സ്ക്വയർ എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും എല്ലാം ഈക്വൽ ആണ്. അപ്പം ഇതിൻ്റെ സ്ക്വയറിൻ്റെ സൈഡ് അറിയത്തില്ല. ലെറ്റ് ഇറ്റ് ബി എക്സ്. ഓരോ വശവും എക്സ് യൂണിറ്റ് ആയ ഒരു സമചതുരമാണ് വരച്ചിരിക്കുന്നത്. ഇതിനോട് ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് പീസായ ലെങ്ത് ബ്രെഡ്ത്ത് ഇത് ഒരു യൂണിറ്റ്, ഒരു റെക്റ്റാങ്കുലർ പീസ് ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ ഒരു യൂണിറ്റ് നീളത്തിൽ ഒരു റെക്റ്റാങ്കുലർ പീസ് കൂടെ, പിന്നെ ഇവിടെ ഒരു സ്ക്വയർ പീസ് ഒരു യൂണിറ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് 100 ആണ്. ടോട്ടൽ ഏരിയ ഈസ് 100 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിൻ്റെ ഓരോ വശത്തിൻ്റെയും ഒരു വശത്തിൻ്റെ നീളം എത്ര? ഓരോ വശം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമാണല്ലോ. ഒരു വശത്തിൻ്റെ നീളം എത്ര? എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ഹൗ മച്ച്? അപ്പം നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയ എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. ഇതിപ്പോൾ റെക്റ്റാങ്കുലർ പീസാണ്. നോക്കിക്കേ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് ഹൈറ്റാണ് വന്നിട്ട്, ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 1 ഇൻറ്റു എക്സ്, 1x. അടുത്ത പീസിൻ്റെയും 1 ഇൻറ്റു എക്സ്, 1x. 1 ഇൻറ്റു 1, ഈ നീളം എല്ലാം 1 ആണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. 1 ഇൻറ്റു 1, 1. ഇത് ഇത്രയും കൂടെ ചേരുന്നതാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 1 ഈക്വൽസ് 100 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽസ് 100. ഇത് നമ്മൾ പഠിച്ച ഒരു ഐഡൻറ്റിറ്റിയുടെ എക്സ്പാൻഷൻ അല്ലേ? ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽസ് 100. ഇതിൻ്റെ എക്സ്പാൻഷനാണ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ളത്. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 100 ആണെങ്കിൽ എക്സ് പ്ലസ് 1 കാണാൻ എന്താണ്? ഇതിൻ്റെ റൂട്ട് കണ്ടാൽ പോരെ. ഇവിടെ സ്ക്വയർ വന്നിട്ട് ആ സ്ക്വയർ ഒഴിവാക്കണമെങ്കിൽ മാറ്റി എക്സ് പ്ലസ് 1 കണ്ടുപിടിക്കുക. ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100. അപ്പം 100ൻ്റെ റൂട്ട് നമുക്കറിയാം. എത്രയാണ്? 10 ആണെന്നറിയാം അല്ലേ? എക്സ് പ്ലസ് 1 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് 10. എക്സ് പ്ലസ് 1 പ്ലസ് ഓർ മൈനസ് 10 ആണെങ്കിൽ എക്സ് പ്ലസ് 1 ഈക്വൽസ് 10. വെൻ ഇറ്റ് ഈസ് പ്ലസ് 10, x is equal to 1 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 10 മൈനസ് 1 ഈക്വൽസ് 9. പിന്നെ മൈനസ് 1 കൂടെ ഉണ്ട്. മൈനസ് നമ്മൾ എടുക്കുന്നില്ല. കാര്യം എന്താണ്? മൈനസ് വാല്യൂ നമുക്ക് ആവശ്യമില്ല. കാര്യം ഇത് ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഒരിക്കലും നെഗറ്റീവ് ആകില്ല. therefore side of the first square, that is bigger one, അതിൽ നമ്മൾ എക്സ് എന്ന് എടുത്ത ഈക്വൽസ് 9. ഇവിടെ മീറ്റർ ആണെങ്കിൽ മീറ്റർ എന്ന് എഴുതാം. സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ യൂണിറ്റ്സ് ആണെങ്കിൽ 9 യൂണിറ്റ്സ് എന്ന് എഴുതാം. അപ്പം ഇതുപോലുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം പേജ് നമ്പർ 87 എക്സസൈസ് ചോദ്യം ഒന്ന് ചെയ്താലോ? പേജ് 87 ഒന്നാമത്തെ ചോദ്യം. 1 added to the product of 2 consecutive even numbers gave 289. What are the numbers? മനസ്സിലായോ? അടുത്തടുത്തുള്ള തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തിനോട് 1 കൂട്ടിയപ്പോൾ 289 കിട്ടിയെങ്കിൽ സംഖ്യകൾ ഏവ? അപ്പം 2 ഇരട്ട സംഖ്യകളാണ്. ഇരട്ട സംഖ്യകൾ ഡിഫർ ബൈ 2 അല്ലെ? ഇരട്ട സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അപ്പോൾ ഒരു നമ്പർ എക്സ് എന്ന് എടുത്താൽ മറ്റേ നമ്പർ എന്തായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും.
അതിൻ്റെ കൂടെ ആ പ്രോഡക്റ്റിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ 289 കിട്ടുമെങ്കിൽ സംഖ്യകൾ ഏവാം. നമുക്ക് എഴുതാം. ലെറ്റ് വൺ നമ്പർ ബി x. Therefore, other number is x plus 2. Even number ആയതുകൊണ്ട് 2, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആയതിന്. ഇതിൻ്റെ പ്രോഡക്റ്റ് അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഈസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2, അതാണ് സംഖ്യകളുടെ പ്രോഡക്റ്റ്. അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 289 കിട്ടി. 289 കിട്ടി. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ്, 2x പ്ലസ് 1 ഈക്വൽസ് 289 ഈക്വൽസ് 289. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഏതിൻ്റെയാണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽസ് 289. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 289 ആണെങ്കിൽ എക്സ് പ്ലസ് 1 അത്ര. Therefore, എക്സ് പ്ലസ് 1 ഈക്വൽസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 289. ഇത് പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്, രണ്ടും നമുക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം വെൻ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു, അല്ല ഇതിൻ്റെ റൂട്ട് എടുക്കാം, പ്ലസ് ഓർ മൈനസ് എത്ര വരും? 17 വരും. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 17. അപ്പം രണ്ട് വാല്യൂയും നമുക്ക് ഇവിടെ എടുക്കണം. നമുക്ക് രണ്ടും എടുക്കാം. when x plus 1 is equal to 17, x is equal to ഈ 1 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 17 minus 1 equals 16. when x plus 1 is equal to minus 17, x is equal to ഈ 1 അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ minus 1 equals minus 18 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടുന്നുണ്ട്, 16ഉം മൈനസ് 18ഉം. 16ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടും, മൈനസ് 18ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 16ഉം കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടും എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം 16ഉം 18ഉം രണ്ട് ആഡ് ചെയ്യുമ്പോൾ 18. പിന്നെ പ്രോഡക്റ്റ് രണ്ടാമത്തെ ചോദ്യം, 9 added to the product of consecutive multiples of 6 gave 729. What are the numbers? തുടർച്ചയായ 6ന്റെ ഗുണിതങ്ങളുടെ ഗുണനഫലത്തിനോട് 9 കൂട്ടിയപ്പോൾ 729 കിട്ടിയെങ്കിൽ സംഖ്യകൾ ഏവ? 6ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6, 12, 6, 12, 18 ഇതെല്ലാം 6ന്റെ ഗുണിതങ്ങളാണ്. ഇവയുടെ വ്യത്യാസം എത്ര? 6. അപ്പോൾ നമുക്ക് ഒരു സംഖ്യ എക്സ് എന്ന് എടുത്താൽ മറ്റേ സംഖ്യ എന്താണെന്ന് എടുക്കാം? എക്സിൻ്റെ കൂടെ 6 കൂട്ടുക, എക്സ് പ്ലസ് 6. ലെറ്റ് one number be x. Therefore, other number will be, one number be x, other number will be x plus 6. ഇതിൻ്റെ പ്രോഡക്റ്റ് ഗുണനഫലം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6. നമുക്ക് ഇക്വേഷൻ എഴുതാൻ പോവാ. ഇതിൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 729. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 ഈക്വൽസ് 729. ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഈസ് എക്സ്, 9ന്റെ സ്ക്വയർ റൂട്ട് 3. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റിൻ്റെ കൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഏതിൻ്റെ എക്സ്പാൻഷനാണ്? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ is equal to 729. x plus 3 whole square is equal to 729. Therefore, x plus 3 equals square root of 729. 729ന്റെ റൂട്ട് എത്രയായിരിക്കും? 729ന്റെ റൂട്ട് എന്ന് പറയുന്നത് 20നും 30നും ഇടയ്ക്കുള്ള സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ അവസാനം 9 വന്നുകൊണ്ട് 23 അല്ലെങ്കിൽ 27. 3 3s 9, 7 7 49. അപ്പോൾ ഈ 27 ആണ്
എന്താണ് 30 എന്ന് പറയുമ്പോൾ 900, 20 എന്ന് പറയുമ്പോൾ 400, 20യുടെ സ്ക്വയർ 400, 30യുടെ 900. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഖ്യയിൽ 729, 729. അപ്പോൾ ഇറ്റ് ഈസ് ക്ലോസ് ടു 900. സോ വി ക്യാൻ ടേക്ക് 27. ഓക്കെ, ഈക്വൽസ് 27. എക്സ് പ്ലസ് 3 ഈക്വൽസ് 27. അപ്പോൾ എക്സ് എത്ര? അതിന് 3 അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 27 മൈനസ് 3 ഈക്വൽസ് 24. എക്സ് കിട്ടി 24. അപ്പോൾ എക്സ് പ്ലസ് 6 എത്ര? 24 പ്ലസ് 6 എത്ര? 30. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് എന്തൊക്കെയാണ്? നമ്പേഴ്സ് 24 ആൻഡ് 30. മനസ്സിലായല്ലോ? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം. The first few terms of the arithmetic sequence 9, 11, 13 were added and then 16 added to the sum to get 256. How many terms were added? അതായത് 9, 11, 13 ഡാഷ് എന്ന ശ്രേണിയുടെ കുറേ പദങ്ങൾ കൂട്ടിയിട്ടുണ്ട്. എത്ര പദങ്ങളാണെന്നൊന്നും പറയുന്നില്ല. ആ പദങ്ങൾ കൂട്ടിയിട്ട് അതിനോട് 16 കൂട്ടിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 286 കിട്ടി. ഞാൻ എത്ര പദങ്ങളാണ് കൂട്ടിയത്? അപ്പോൾ എസ് എൻ കാണാൻ നമുക്ക് ഫോർമുലയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സമാന്തര ശ്രേണിയാണ് അല്ലേ, അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ എസ് എൻ കാണാൻ നമ്മൾ 2 ഫോർമുല അടിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ഹാഫ് എ എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എൻ ബി. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വേറൊരു ഫോർമുല എന്താണ്? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ലാസ്റ്റ് ടേം നമുക്ക് അറിയത്തില്ല, ലാസ്റ്റ് ടേം കണ്ടുപിടിച്ച് ഈ ഫോർമുലയിൽ കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇത് ചെയ്യാം. എ എന്ന് പറയുന്നതാണ് എ ഇസ് ഈക്വൽ ടു ഡി, കോമൺ ഡിഫറൻസ് 11 മൈനസ് 9 ഈക്വൽ ടു 2. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ഡി, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എത്ര? 9 മൈനസ് 2 ഈക്വൽ 7. ഇനി ഇതിൻ്റെ അകത്ത് കൊടുക്കാം, ഈ ഫോർമുലയിൽ കൊടുക്കാം. എസ് എൻ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര? 7 ഇൻറ്റു എൻ, 7n. ഇവിടെ അതാ ഈ 2 ഉം കട്ട് ചെയ്ത് പോവും. എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് 7n. ഇത് ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? അപ്പം കാണുന്നില്ല അല്ലേ, ഇങ്ങോട്ടങ്ങ് എഴുതാം. ഈക്വൽസ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് 7n ഈക്വൽസ് എൻ ഇൻറ്റു എൻ, എൻ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എൻ, എൻ പ്ലസ് 7n ഈക്വൽസ് എൻ സ്ക്വയർ പ്ലസ് 7n പ്ലസ് എൻ ഈസ് 8n. ഇതാണ് എസ് എൻ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എത്ര? 16 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 286 കിട്ടുമെന്ന് എഴുതണം. ഓക്കെ, നമുക്ക് കിട്ടിയ എസ് എൻ എന്താണ്? എൻ സ്ക്വയർ പ്ലസ് 8n. ഇതിൻ്റെ കൂടെ 16 കൂടി കൂട്ടുമ്പോൾ 256 കിട്ടും എങ്കിൽ എൻ എത്ര? അപ്പോൾ ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആണെന്ന് അറിയാമല്ലോ. n പ്ലസ് 4 ഹോൾ സ്ക്വയർ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ക്വയർ റൂട്ട് എടുക്കുക n. 16ൻ്റെ റൂട്ട് എത്ര? 4. ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു എൻ ഇൻറ്റു 4 18 വരുന്നുണ്ടല്ലോ. അപ്പോൾ n പ്ലസ് 4 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 256. Therefore n plus 4 is equal to plus or minus root of 256. n plus 4 is equal to n അല്ലേ, നമുക്ക് പോസിറ്റീവ് വാല്യൂ മതി 16. n is equal to 16 minus 4 is equal to 12. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ആഡഡ് ഈക്വൽസ് 12. ഇത് നമുക്ക് മറ്റേ ഫോർമുല ഉപയോഗിച്ച് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതിന് എക്സ് എൻ കണ്ടുപിടിക്കണം. ഏത് ഫോർമുല? എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതിന് എക്സ് എൻ അറിഞ്ഞുകൂടാ. എക്സ് എൻ ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടേം എത്ര? 9 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2. ഇപ്പോൾ എത്ര കിട്ടും? 9 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും 2n മൈനസ്
2. അപ്പം എത്ര കിട്ടും? ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഈക്വൽസ് പുറത്തോട്ട് എഴുതാം. 2n 9 - 2 is 7. xn ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആ ഫോർമുല ഉപയോഗിക്കാം. Sn is equal to n/2 into first term plus last term equals n/2 into first term 9 plus xn വരെ ഇത് എഴുതാം 2n plus 7 equals n/2 into 2n plus 9 plus 7 എത്ര കിട്ടും? 16 കിട്ടും അല്ലേ? ഇത് ചെയ്യുന്ന ഒരു 2 അങ്ങ് കോമൺ ഫാക്ടർ പുറത്തെടുക്കുക. അപ്പം 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്ത് അകത്ത് എഴുതുക. അപ്പോൾ n plus 8 എന്ന് വരും. ഇത് ഇതും കട്ട് ചെയ്ത് പോകും. അപ്പോൾ n into n plus 8 എന്ന് കിട്ടും ഈക്വൽസ് n സ്ക്വയർ പ്ലസ് 8n. നേരത്തെ കിട്ടിയാണെങ്കിൽ കിട്ടിയില്ലേ? ഇനി ബാക്കി പഴയതുപോലെ n സ്ക്വയർ പ്ലസ് 8ൻ്റെ കൂടെ 16 ആഡ് ചെയ്യുമ്പോൾ 256 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 4 ആണ്. Therefore, number of terms equals 12. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.